ഇൻസ്പെക്ടർ, എന്റെ മകൾ എന്ത് കുറ്റമാണ് ചെയ്തത്? പ്രായപൂർത്തിയായ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ച ആൾ എന്ത് വ്യാഖ്യാനിക്കുമെന്ന് അറിയില്ലേ? അമ്മയും പെങ്ങളെ തിരിച്ചറിയാത്ത തെണ്ടിക്ക് തന്തയുണ്ടെന്ന് മനസ്സിലായി. സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച SIയുടെ പെങ്ങളെ തരുമെന്ന് ചോദിച്ചവന് പെങ്ങളുണ്ടോന്ന് എനിക്ക് അറിയണം. ഞാൻ തോമ, ആട് തോമ. എന്തിനാ വിളിപ്പിച്ചേ? എന്റെ പെങ്ങളെ തരാനടാ. എന്താ സാർ കണ്ണാടി? വേണ്ട സാറേ, വിട്. വെള്ളം കുടി. ആഹാ, ഈ കുട്ടിക്കാരനെ ഇപ്പൊ കാണിച്ചു തരാം. നിന്നെ ഞാൻ നീ തുണി പറിച്ചെടുക്കണ മോനെ. ഒന്നും ചെയ്യരുത്. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യല്ല. നോക്കുന്നോടാ, നിനക്കെന്റെ പെങ്ങളെ വേണോടാ. നിന്റെ മുമ്പ് കൊമ്പ് കുത്തിയ SI സോമനല്ലടാ കുറ്റിക്കാരൻ. 4 ദിവസം പച്ചവെള്ളം കൊടുക്കരുത്. അവിടെ കേൾക്കട്ടെ. നോക്കി പേടിപ്പിക്കുന്ന പന്നക്കട പ്രണവനെ ഇടിച്ചതിന്റെ. സാർ, ഒരപേക്ഷയുണ്ട്. എന്റെ മോടെ കൈക്ക് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാനവൻ ദ്രോഹി. ഇവനെ പുറത്തു വിടരുത്. ഞാൻ എന്റെ മോളെ ഒന്ന് കെട്ടിച്ചു വിട്ടോട്ടെ, പ്ലീസ്. ഇവിടെ വരാൻ. കൊച്ചപ്പ, മോള് കഴിയാതെ വീട്ടിൽ പോ. എങ്ങനെയെങ്കിലും ഇറക്കണം. നമസ്കാരം. എന്റെ കർത്താവേ, പൂക്കോയുടെ ഡിംപിൾ സ്കോച്ചിന്റെ ഒരു പവറേ എന്റെ ചെറുക്കനകത്ത്. ഇത് ഞങ്ങളുടെ വക്കീൽ സൂര്യനാരായണൻ. അയ്യര. ഞാൻ ചെറുക്കനെ കൊച്ചാപ്പന, മണിമല വക്കച്ചൻ. സാറേ, ആ ജാമ്യം കൊടുത്താട്ടെ. എന്നാ ഞാൻ വരട്ടെ സാറേ. നീ SI സോമശേഖരനെ ഇടിച്ച് കിണറ്റിലിട്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് എന്നെ മനസ്സിലായല്ലോ. നിന്റെ നല്ല പ്രായത്തിൽ കുത്തി നടക്കാൻ ഈ വടി ഇരിക്കട്ടെ. സോറി. എടാ തുണി എടുത്തോണ്ട് പോടാ. വക്കീലേ വന്നാട്ടെ. എടാ ഉട്ടപ്പ, വണ്ടി ഒന്ന് ഇരിച്ചേ. വക്കീലേ, ജന്മം കിട്ടിയ മേലേപ്പുറം തറവാടും അനുഭവവും കാനറ ബാങ്കിലെ എന്റെ FDയും കൈവശമുള്ള എല്ലാ സ്ഥാവര ജംഗമങ്ങളും മേരിയുടെ കാലശേഷം എന്റെ ഏക മകളായ ജാൻസി ചാക്കോയുടെ പേരിൽ അവകാശപ്പെടുത്തി വിൽപ്പത്രം തയ്യാറായിക്കോളൂ. തോമാച്ചനും നമ്മുടെ മോനല്ലേ. ഭാഗവത്രത്തെ അവനെ പൂർണ്ണമായി ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കും. കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പെണ്ണിനെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന നാട്ടുകാരൻ മുഴുവൻ കണ്ടതാ. ആരാ കാരണം? എന്റെ ഓട്ടക്കാരനാ. എന്റെ തീരാ തലവേദന ആ ചെകുത്താൻ എന്ന് വെച്ച് സ്വത്ത് അവനോട് അവകാശപ്പെട്ടതല്ലേ? എന്റെ ഒരു തരി മണ്ണിന് പോലും അവൻ അവകാശം.
എന്നാ എന്റെ തരി മുഴുവനും അവനുള്ളതാ. കൊടുത്തോ? ആ. കൊച്ചാപ്പനല്ലേ? ആ നീയൊക്കെ കൂടെ കൊടുത്താ ഇങ്ങനെ ആക്കിയത്. അവനോട് സ്നേഹമുണ്ടെങ്കിൽ നിന്റെ അപ്പൻ തന്ന ഈ അവസാനത്തെ പൊന്ന് പറിച്ചു കൊടുക്കരുത്. അമ്മയുടെ കയ്യിലൊരു സമ്പാദ്യമായിട്ട് കിടക്കട്ടെ, മകന് ശവപ്പെട്ടി വാങ്ങാം. ഛേ, എന്തോന്ന് ഛേ? മകനെ തല്ലിക്കൊന്നേച്ചേ അവന്റെ അമ്മയെ കൊണ്ട് ശവപ്പെട്ടി മേടിപ്പിക്കുന്ന ഒരു പുഴുങ്ങിയ തന്ത. മിടുക്കി മിണ്ടാപ്രാണിയാണെങ്കിലും അതിന് വിവരമുണ്ട്. അസനെ കിഴക്കേ മുറിയുടെ ഒറ്റമൂലി ഒറ്റ പിടി പിടിച്ചാട്ടെ. ആട്ടിൻ പാലും കാന്താരി പിഴിഞ്ഞതും വേറെ വല്ലവന്റെയും കുടലാണെങ്കിൽ കരിഞ്ഞു പുക വരും. അയ്യപ്പാ, എന്താ? മാറ്റിനി എത്ര മണിക്കാടാ? കുറ്റിക്കാടൻ സാറും ഭാര്യയും ഒന്ന് തുടങ്ങാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങാൻ പറഞ്ഞാൽ തുടങ്ങോ? ഇനിയിപ്പോ തോമാച്ചായൻ നിർത്താൻ പറഞ്ഞാൽ ഞാനങ്ങ് ആ, നിർത്തി. എന്നാ ഒന്നേ എന്നിട്ട് ഒന്നേന്നെങ്കിൽ ഒന്നേന്ന്. വാ പോവാ. ചൊറിയുന്നുണ്ടല്ലേ? നീ എന്റെ പെങ്ങളോട് കാണിച്ചത് ഞാൻ ഇവരോട് കാണിക്കുന്നില്ല. തോമ ചെറ്റയല്ല. എനിക്ക് തന്നെ തനിച്ചൊന്ന് കാണണം. കണ്ടുകളയാം. ഓ, ഞാനിവിടെ തന്നെ ഉണ്ടാവും.
നീ എന്റെ പെങ്ങടെ കൈക്ക് പിടിക്കോടാ. നല്ല പ്രായത്തിൽ നീ തന്നെ കുത്തി നടന്നാ മതി. ഇതിന്റെ പുത്തൻ റേബൻ ഗ്ലാസ്. ഇത് ചവിട്ടി പൊട്ടിച്ച് നിന്റെ കാലയും വിട്ടു. എടാ റോമാക്കുട്ടിയെ എത്ര എണ്ണം കൊടുത്തടാ? ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിയിട്ടുണ്ട്. അത് പോരായിരുന്നു, എന്റെ ജാൻസിമോടെ കൈക്ക് പിടിച്ച് അവന്റെ കൈ വെട്ടണമായിരുന്നു.